നിങ്ങൾ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? ഒരു വലിയൊരു ആൾ ദൈവം, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആൾ ദൈവം നിങ്ങളടുത്ത് പറയുകയാണ് 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെകുത്താനെ കണ്ട് മരണപ്പെടുമെന്നുള്ളത്. അപ്പോൾ ചെകുത്താനെ കണ്ട് മരണപ്പെടുമെന്നുള്ള ആ ഒരു വിധി സ്വീകരിച്ച് നിങ്ങൾ മരണത്തിന് വേണ്ടി കാത്തിരിക്കുമോ? അതല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള റീസൺ അത് അന്വേഷിച്ച് പോകുന്നു? എന്തായിരിക്കും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, സൂപ്പർ നാച്ചുറൽ വേഴ്സസ് റേഷണലിസം, യുക്തിവാദമാണോ അല്ലെങ്കിൽ അമാനുഷികമാണോ വിജയിക്കുക എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ്. ഈ കോൺഫ്ലിക്റ്റ് ആണ് നികിത റോയ് എന്ന് പറയുന്ന ഈ സിനിമ നൽകുന്നത്. ഈ പടത്തിന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനടുത്ത് 3 ദിവസത്തിനുള്ളിൽ താൻ മരണപ്പെടുമെന്നാണ് ഒരു വലിയ ആൾദൈവം പറയുന്നത്. അപ്പോൾ തന്റെ ഫൈൻഡിങ്സ് എല്ലാം, ഈ യുക്തിവാദം, ആ തിയറീസ്, ഇതെല്ലാം തെറ്റാണ്, എൻ്റെ ലൈഫ് തന്നെ ഒരു തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചുകൊണ്ട് ചെകുത്താനെ നേരിൽ കണ്ട് അതിൻ്റെ ഒരു വലിയൊരു അപകടം നടന്ന് അതിൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അർജുൻ രാംപാലാണ് ആ ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ അർജുൻ രാംപാലിന്റെ മരണം അന്വേഷിക്കാൻ വരുന്ന സഹോദരിയുടെ ക്യാരക്ടറാണ് നികിത റോയ് എന്ന് പറയുന്ന നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ. സൊനാക്ഷി സിൻഹയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ആൾദൈവം, ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് പരേഷ് റാവലാണ്. ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൊനാക്ഷി ഇത് കഥ നടക്കുന്ന ഒരു ലണ്ടൻ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ സ്ലാങ്ങിന്റെ കുറച്ച് ബ്രിട്ടീഷ് ആക്സെന്റിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. റോള് ഡീസെന്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കരീന കപൂറിന്റെ ബെക്കിംഗ്ഹാം മർഡേഴ്സ് എന്നൊരു പടം ഇറങ്ങിയിരുന്നു ഇതിനു മുമ്പ്. അപ്പോൾ ആ സിനിമയിൽ ആക്ച്വലി ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സിന്റെ ആക്സെന്റ്, സ്ലാങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവം ഈ പടത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായേനെ. പക്ഷേ ഈ പടത്തിൽ സൊനാക്ഷിയുടെ ആണെങ്കിലും പിന്നെ സുഹൈൽ നയ്യാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെബ് സീരീസിൽ കുറേ നല്ല റോളൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ അതൊക്കെ കണ്ട് പുള്ളി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് എന്ന് കരുതി സിനിമയിൽ കൊണ്ടുവന്നതാവും. പക്ഷേ ഈ സിനിമയിൽ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ മാനറിസം, പുള്ളി അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി പരിതാപകരമായിരുന്നു. നല്ല രീതിയിൽ പുള്ളി വെറുപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പവർഫുൾ പെർഫോമൻസ് പരേഷ് റാവലിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു ക്യാരക്ടറിന്റെ വെയിറ്റേജ് പരേഷ് റാവലിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള പുള്ളി അത് കിഡുമായിട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അർജുൻ രാംപാൽ ചെറിയൊരു റോളാണ്, 1-2 സീനുകളിലൊക്കെ ഉള്ളൂ. പക്ഷേ ആ സിനിമയുടെ മുഴുവൻ, ആ കഥയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ സിനിമ 2 മണിക്കൂറിൽ താഴെ ഉള്ളൂ, അതൊരു വലിയ കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും വളരെ ക്രിസ്പായിട്ട് എഡിറ്റ് ചെയ്ത് തീർക്കാവുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറിലൊക്കെ തീർക്കാവുന്ന പടമായിരുന്നു. 2 മണിക്കൂറിൽ താഴെ ആയിട്ട് പോലും ഈ സിനിമയിൽ അനാവശ്യമായിട്ടുള്ള കുറേ സീനുകളുണ്ട്. കാരണം ഇതിന്റെ കൺസെപ്റ്റ് വെറൈറ്റിയാണ്. റേഷണലിസം വേഴ്സസ് സൂപ്പർ നാച്ചുറൽ എന്നൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ഈ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്കറിയാം, അതായത് സിമ്പിളായിട്ട് ചിന്തിക്കാവുന്നുള്ളൂ, യുക്തിവാദമാണോ അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണോ വിജയിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരം അറിയാം. എന്നിട്ടും ഒരു സിനിമാറ്റിക് ലാംഗ്വേജിൽ, അതായത് വിഷ്വലി നമുക്ക് പ്ലീസിങ് ആയിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും എൻഗേജിങ് ആകുന്ന, ഇതൊരു ഒബ്വിയസ്ലി ഒരു ത്രില്ലറും കൂടിയാണ്, എൻഗേജിങ് ആവുന്ന എന്തെങ്കിലും കൂടി ഉണ്ടെങ്കിൽ ഇതൊരു പ്ലസ് പോയിന്റ് ആണ്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ആക്ച്വലി ഈ സിനിമയിൽ ഇല്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നടന്ന കാര്യങ്ങൾ എന്താണ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വളരെ സിമ്പിളായിട്ട് ഊഹിക്കാൻ പറ്റുന്ന ഒരു മീഡിയോക്കോർ ത്രില്ലറായിട്ട് മാറി. കാരണം ഇതിന്റെ ആ ഒരു കോൺസെപ്റ്റ് നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ തുടക്കത്തിൽ ആദ്യത്തെ ഒരു അരമണിക്കൂറോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കിട്ടും എന്നൊക്കെ ആ ഒരു തോട്ട് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇന്റർവെൽ ആവും, 45 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇന്റർവെൽ ആവും. പിന്നീട് അങ്ങോട്ട് വരുന്ന സീനുകൾ, പിന്നെ ഇതിന്റെ കൺക്ലൂഷൻ, ഇതിന്റെ ആ ഒരു സസ്പെൻസ്, ട്വിസ്റ്റ്, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഒരു ബിലോ ആവറേജ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഈ നികിത റോയ് എന്നുള്ള സിനിമ നൽകുന്നത്. സിതാരെ സമീൻ പർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് മാറ്റി വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു നികിത റോയ്. പക്ഷെ നികിത റോയ് റിലീസായ സമയത്ത് കൂടെ റിലീസായതാണ് സയ്യാര എന്നുള്ള സിനിമ 3 ദിവസം കൊണ്ട് 100 കോടിയോളം രൂപ കളക്ട് ചെയ്ത ഒരു ഗംഭീര ബോക്സ് ഓഫീസ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സയ്യാര എന്ന സിനിമയുടെ റിവ്യൂ ഓൾറെഡി എൻ്റെ ചാനലിലുണ്ട്. അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതുകൂടെ കാണുക. ഓക്കെ.